വളരെ നല്ലൊരു സിനിമയാണ്. ഞാൻ എന്താണ് ആക്സിഡൻ്റലി എത്തിപ്പെട്ടതാണ്. എന്താ പറയുക, ഞാൻ ഇപ്പോൾ അവിടെ പറയാനെങ്കിലും പറയാനല്ലേ. ഓക്കെ, എനിക്ക് പതുക്കെയാണ് ഞാൻ സിനിമയിലോട്ട് അതിൻ്റെ ഒരു മൂഡിലേക്ക് കയറിയത്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നിയത്. പിന്നെന്താ പറയുക, നമ്മളെല്ലാവരും ജീവിതത്തിൽ എക്സാക്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായില്ലെങ്കിലും അതുപോലെ പല സിറ്റുവേഷൻസിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഇനിയിപ്പോൾ അതല്ലെങ്കിലും നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവാം. അതിലും പല കൂടെയുള്ള മനുഷ്യർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇനി അതൊന്നും അല്ലെങ്കിലും നമ്മൾ പൊതുവെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തോട് നമ്മൾ എങ്ങനെയാണ് പൊതുവെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളിലെ ഇതും എനിക്ക് ഞാനായിട്ടും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരായിട്ടും ഒക്കെ തോന്നും. നമ്മളെ തന്നെ കളിയാക്കണം, അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ സിനിമ കഴിയുമ്പോൾ ഏത് ജീവിതത്തിലെങ്കിലും സിറ്റുവേഷനിൽ ഞാൻ കറക്റ്റായിട്ടൊരു സ്റ്റാൻഡാണോ എടുത്തത്, അവിടെ ഞാനിങ്ങനെ അതിലുള്ള ഒരു ശരിയായിട്ടല്ലാത്തൊരു സ്റ്റാൻഡുകൾ എടുക്കുന്ന ഒരാളാണോ ഞാനും, അങ്ങനെയൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, വളരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന, തുടർന്ന് മുമ്പോട്ട് ജീവിതത്തിൽ പോകുമ്പോൾ ശരിയേതാ തെറ്റേതാന്ന് ഒന്ന് ആലോചിക്കാനൊരു മൊമെൻറ്റ് തരുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. വളരെ നല്ല സസ്പെൻസ് ഉണ്ട്. പക്ഷേ ആ സസ്പെൻസിനേക്കാളും മുകളിൽ നമ്മളെ സസ്പെൻസിലല്ല ഒരു കാര്യം. ആ ഒരു സസ്പെൻസിനേക്കാളും ഉപരിയായിട്ട് ആ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ മനുഷ്യരെ എങ്ങനെയായി പോകുന്നത് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുന്ന, ഇമോഷണലി കണക്റ്റ് ആവുന്ന സിനിമ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതിനും ഉപരിയായിട്ട് ചിന്തിപ്പിക്കുന്ന സിനിമയാണെങ്കിൽ വിനേട്ടൻ്റെ അങ്ങനെ ഒന്ന് രണ്ട് ആക്ട്രസിൻ്റെ ആയിട്ട് ഞാൻ പറയണില്ല. ഷാജുനാണെങ്കിലും വിനയാണെങ്കിലും ഒക്കെ എല്ലാ ആക്ടേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്ടറിൻ്റെ അഭിനയം അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സിനിമയിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ്. ഇപ്പം സിനിമ കണ്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്ക് ആ സിനിമ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഏറ്റവും നിൽക്കണത്. 2 ദിവസം കഴിയും നമ്മൾ ഓരോരുത്തർ അഭിനയിച്ചതും അതിലെന്താ പറയുക, ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. കാരണം പറയാൻ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമേ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ആക്ടേഴ്സും നന്നായിട്ട്. താങ്ക് യു. നമസ്കാരം. ഏതെങ്കിലും മൈക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ചോദിക്കൂ. പടം അത്യുഗ്രനായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, 2024 തുടക്കം തന്നെ ഇത്രയും ഒരു വളരെ അനായാസമായിട്ട് സത്യമായിട്ട് പറഞ്ഞു പോകുന്നൊരു ഇത്രയും നല്ലൊരു സിനിമ. അതായത് മലയാളം സിനിമ നമ്മൾ ലോകം അറിയപ്പെടുന്നത് തന്നെ ഒരു അത്യുഗ്രനായിട്ട് വളരെയധികം സത്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിൽ അതിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സിനിമകളായിട്ടാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ. ആ എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് ഞാൻ വളരെയധികം സ്തബ്ധയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയുമാണ്. കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മൾ പലരും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻ്റർവ്യൂകളിലാണെങ്കിലും ധർണകളാണെങ്കിലും എത്ര സ്ട്രൈക്ക് ചെയ്താലും എത്ര കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചാലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ആട്ടത്തിൽ. നിങ്ങളെല്ലാവരും കാണണം. ആട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ ശരിക്കും സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത്. അത് നമ്മുടെ മലയാളികളുടെ ഒരു ധർമ്മമായിട്ട് തന്നെ കരുതണം. സോ ദയവ് ചെയ്തിട്ട് 5-ാം തീയതി തിയേറ്ററിൽ റിലീസാകുമ്പോൾ പോയി കാണണം. ഇതൊരു വളരെ വലിയൊരു വിജയമാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കെല്ലാം ഒന്നിലൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ പെർഫോമൻസും തോന്നിയത്. ഒരു ക്യാരക്ടർ പോലും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവർ ശരിക്കും അതിന് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റോ എല്ലാം തന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിലുള്ള പോലത്തെ എല്ലാം. ഫിലിം മേക്കിംഗ് എൻറ്റയർലി വാസ് വെരി റിയൽ. ഐ എം എ ലിറ്റിൽ ടു സ്റ്റണ്ട് ടു സ്പീക്ക് റൈറ്റ് നൗ. എനിക്കറിയായിരുന്നു IFFIയിലാണെങ്കിലും IFFKയിലാണെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക പ്രൈസസ് വിൻ ചെയ്തിട്ടുള്ള പടമാണ്. അത് വെറുതെ ആവില്ല എന്നുള്ളത് എന്തായാലും ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കഥയെപ്പറ്റി ഒരു മുൻധാരണയും ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തുഷ്ടയായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. മലയാളം സിനിമ ഒരിക്കലും നമുക്ക് ഒരു രീതിയിലും നമ്മൾ വഴിതെറ്റി പോവില്ല എന്നുള്ളതിന് വലിയ ഉഗ്രൻ എക്സാമ്പിൾസ് വരുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് 2024 is a great start with Aatam coming on the 5th of Jan. Thank you so much. Thanks.
കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.